ഔദ്യോഗിക കണക്കനുസരിച്ച് 38,000-ഓളം പേര് ഇതുവരെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. നിരന്തരമായി എല്ലാ ദിവസവും ഇത്രയും ആളുകൾ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇത്രയധികം ആളുകൾ വധിക്കപ്പെട്ടിട്ടും ഇനിയും ഈ ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഒരു നീതിയുക്തമായ ഒരു പരിഹാരം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു തൃപ്തികരമായ ഒരു പരിഹാരം ഉണ്ടാകാൻ ഇനിയും എത്ര പേർ കൊല്ലപ്പെടണം എന്ന ചോദ്യമൊക്കെ വന്നേക്കാം. പക്ഷെ അതിന് നമ്മൾ ആധുനിക ചരിത്രത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ ലഭിക്കും. ഇപ്പോ 50കളിലും 60കളിലും ഒക്കെ അൾജീരിയയിൽ നടന്ന കൂട്ടക്കൊലകള്, ഏതാണ്ട് 6 ലക്ഷത്തിലധികം ആളുകൾ അവിടെ വധിക്കപ്പെട്ടു ഫ്രഞ്ച് കൊളോണിയൽ ശക്തികളുടെ. അതുപോലെ തന്നെ വിയറ്റ്നാമിലെ യുദ്ധം. ഇപ്പോ ഏറ്റവും അധികം ഇതിനകത്ത് ശുഭാപ്തികരമായ ഒരു സംഗതി അതാണ്. അതായത് വിയറ്റ്നാം യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ പതാക ഉയർത്തിയ അതേ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോ ഈ ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന അമേരിക്കൻ യുവത എഴുന്നേൽക്കുന്നു. ജോ ബൈഡനെ ജനസൈഡ് ജോ, അതുപോലെ തന്നെ ബ്ലിങ്കനെ ബുച്ചർ ബ്ലിങ്കൻ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട്, ബുച്ചർ ബ്ലിങ്കൻ എന്നത് അദ്ദേഹത്തിന് അരോചകമായതിന്റെ പേരിൽ അങ്ങനെ വിളിക്കാൻ സാധ്യതയുള്ള സദസ്സുകളിൽ നിന്ന് ഈ പ്രതിഷേധക്കാരൊക്കെ നീക്കം ചെയ്യുന്ന അത്തരം ഒരു വലിയ ഒരു നടപടികളിലേക്ക് പോലും ഒരു അപഹാസ്യമായി കൊണ്ട് US ഭരണകൂടം നടപടികൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ അമേരിക്കൻ ഭരണാധികാരികളെ ജനങ്ങൾ നടുറോട്ടിൽ ചോദ്യം ചെയ്യുന്നു. ഈ അടുത്ത് സെനറ്റ് കമ്മിറ്റി ഗസയുടെ വിഷയത്തിൽ നടത്തിയ ഒരു ബ്ലിങ്കനെ വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രതീക്ഷ. അതായത് ലോകത്ത് അത്തരം ഫലസ്തീൻ പ്രശ്നത്തിന്, ഫലസ്തീൻ ക്വസ്റ്റ്യന് നിരന്തരമായി പിന്തുണ ഏറി വരുന്നു. ആ പിന്തുണ തീർച്ചയായിട്ടും ഈ ഒരു വംശഹത്യയിൽ നിന്ന് എത്ര തന്നെ ഇസ്രായേൽ ആളുകളെ കൊല്ലാൻ ശ്രമിച്ചാലും, നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലാൻ ശ്രമിച്ചാലും, അന്തിമമായി ഈ പ്രശ്നത്തെ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുവാനും അതിനെ സജീവമായി നിലനിർത്താനും ഒരു കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് ഫലസ്തീൻ രാഷ്ട്രം, ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം. ഇപ്പൊ നോക്കൂ, യൂറോപ്യൻ യൂണിയനിലെ 3 രാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചു എന്ന് പറയുന്നത്, ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇതുവരെ യൂറോപ്യൻ യൂണിയന്റെ മുഴുവൻ പിന്തുണയും, ഒരു അൺലിമിറ്റഡ് സപ്പോർട്ട്, ഒരു നിരുപാധികമായിട്ടുള്ള അൺകണ്ടീഷണൽ സപ്പോർട്ട് ലഭിച്ചിരുന്ന രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ആ പിന്തുണ കുറഞ്ഞു വരുന്നു. ഫ്രഞ്ച് പാർലമെന്റിൽ ഫലസ്തീൻ പതാക ഉയർത്തുന്നു ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയെ പുറത്താക്കുന്നുണ്ട്. അതുപോലെ ലോകത്ത് നടക്കുന്ന സ്പോർട്സ് ഈവന്റുകളിൽ, സിനിമാ മേളകളിൽ, സാംസ്കാരിക ഈവന്റുകളിൽ ഒക്കെ ഫലസ്തീൻ പതാക ഉയർത്തി കാണിക്കും, അത് പാറിക്കളിക്കുകയും ചെയ്യുന്ന വളരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഫലസ്തീൻ പ്രശ്നത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വംശഹത്യ ഇങ്ങനെ തുടരാൻ തന്നെയാണ് ഒരു പക്ഷേ ഇസ്രായേലിന്റെ ഭാവം. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞത് ഇത് 2024 മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെന്ന്. പക്ഷേ അത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നതിന്റെ സൂചനകൾ ഇപ്പൊ തന്നെ നമ്മൾ ഈ റഫേൽ ഇസ്രായേൽ ആക്രമണത്തെ അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നോക്കൂ. ഇസ്രായേലി സൈനികരെ ഏറ്റവും ചുരുങ്ങിയത് 3 പേരെയെങ്കിലും ഹമാസിന്റെ പോരാളികൾ ഈ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും അവർക്ക് തടവുകാരാക്കാൻ സാധിക്കുന്നു. അത്രത്തോളം ചെറുത്തുനിൽപ്പ് അവർ സാധിക്കുന്നു. അതുപോലെ ഇന്ന് പോലും 4 ജൂത സൈനികരെ ഹമാസിന്റെ പോരാളികൾക്ക് വധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്ര ശക്തമായ ഒരു തിരിച്ചടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അവർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഇസ്രായേലിനകത്ത് അതിശക്തമായ ജനപിന്തുണ ഈ യുദ്ധം നിർത്തുന്നതിന്, വെടിനിർത്തലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിന് ആകെ ചെയ്യാനുള്ള ഒരേ ഒരു സംഗതി നിരപരാധികളെ കൊല്ലുക എന്നത് മാത്രമാണ്. അതവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലും ഇല്ലെങ്കിൽ അവർക്ക്, പ്രത്യേകിച്ച് നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാനോ തന്റെ യുദ്ധ ക്യാബിനറ്റിനെ മുന്നോട്ട് നയിക്കാനോ, വലതുപക്ഷത്തിന്റെ തീവ്രവാദികൾ കൂടുതലുള്ള ആ യുദ്ധ ക്യാബിനറ്റിനെ മുന്നോട്ട് നയിക്കാനോ സാധ്യമല്ല എന്നതാണ് വാസ്തവത്തിൽ നമ്മൾ ഇവിടെ കാണേണ്ടത്. അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, നിരപരാധികളെ കൊന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഫലസ്തീനി ജനതയുടെ ചെറുത്തുനിൽപ്പ് അത് തുടരുക തന്നെ ചെയ്യും. അതിന് ലോകത്ത് ലഭിക്കുന്ന ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.